കുക്കിംഗ് ഒരു കലയാണല്ലേ. കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമായിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഞാൻ ഈ കുക്കിങ്ങിലോട്ട് വരുന്നത്. ഇപ്പോൾ എക്സ്പേർട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഓക്കെ, കുറച്ച് ആൾക്കാർക്ക് ഫുഡ് വെച്ച് കൊടുത്താൽ ആ കുറ്റം മോശം പറയില്ല, ആ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡുവാണ് കേട്ടോ. അപ്പോൾ ലഡുവിനായിട്ട് നമ്മുടെ കടലമാവിലോട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്യാവശ്യം ലൂസായിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അധികം കട്ടീൻ്റെ ആവശ്യമില്ല, നല്ല ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്താൽ വേണ്ടിയിട്ട് മതിയാവും. അതൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞങ്ങളെപ്പോഴും കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നത് അടുപ്പിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുകയില്ലാത്ത അടുപ്പല്ല, പണ്ടത്തെ കാലത്ത് ഒരു നോർമൽ അടുപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് കുക്ക് ചെയ്താലും മോൾ എപ്പോഴും അടുത്തുണ്ട്. അവർക്കിങ്ങനെ കുക്കിങ്ങൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ ഓരോ സംശയങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവളും കൂടി ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി തയ്യാറാക്കിയ മാവ് ഈ ഓയിലിലോട്ട് ഒഴിച്ചു. അപ്പോൾ ഷേപ്പ് ഒന്ന് നോക്കണം കേട്ടോ, കാരണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കും. അങ്ങനെ ഇതാണ് അത്യാവശ്യം എല്ലാം ഞാൻ മുരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുപ്പിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ ഗൈസ്, അവളുടെ കലാവിധ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ചോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ എന്താണ് മുരിഞ്ഞു വന്ന സാധനം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാണ്. അപ്പം എൻ്റെ വീഡിയോ അധികം ലൈക്കും കമൻറ്റൊന്നും ഉണ്ടാവാറില്ല, എന്നാലും ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഈ ചീനച്ചട്ടി മാറ്റാറായില്ലെന്ന്. അങ്ങനെയല്ലടാ, ഞങ്ങളുടെ കയ്യിൽ ചീനച്ചട്ടി വേറെ ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യുന്ന ഒരു സാധനത്തിൽ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിൽ കുക്ക് ചെയ്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ എന്ത് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഫസ്റ്റ് കയ്യിൽ വരുന്നത് ഇതാണ്. അപ്പോൾ മറ്റേ നമുക്ക് എടുക്കാൻ തോന്നത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പഴയതെന്ന് പറഞ്ഞാൽ അത്രയും പഴയതല്ല എന്നാൽ പുതിയതല്ല, ഇത് എക്സ്പയർഡ് ആയത് നമ്മൾ എന്തായാലും എന്താണ് ഉപയോഗിച്ചില്ലേ പറ്റുള്ളൂ. അപ്പോൾ എത്ര വരെ പോകും അത്ര വരെ നമുക്ക് നോക്കാം. ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ അത് ബോൾസാക്കി ഉരുട്ടിയിട്ട് തണുത്ത ശേഷം കേട്ടോ നമ്മൾ ബോൾസാക്കി ഇതൊക്കെ കാണില്ല. അവൾ അടുത്ത് ചെയ്തിട്ട് ഓരോ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോൾസ് എന്ന് വെച്ചാൽ ചെറിയ ബോൾസുണ്ട് വലിയ ബോൾസുണ്ട്, നമുക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഷേപ്സ് ഒന്നും നോക്കണ്ട. അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ, മധുരം ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഏലക്ക പൊടിച്ചിട്ടായിരുന്നു പറയാൻ പറഞ്ഞത്.